തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കാസർഗോഡ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഷാനവാസ് പദൂരുണ്ട്, കലക്ടർ മൈൻ ഹാജിയുണ്ട്, അശ്വിനി ML ഉണ്ട്. തീർച്ചയായും BJPക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം കൂടിയാണ് ഈ കാസർഗോഡ്. എനിക്ക് തോന്നുന്നു ഷാനവാസ് പദൂർ പിടിക്കുന്ന വോട്ടുകൾ അത് നിർണായകമാകും. നമുക്ക് ഷാനവാസിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ ചർച്ചയായതാണ് അവിടെ. ഏതായാലും കാസർഗോഡ് മണ്ഡലം അത് വലിയ ആകാംക്ഷയുള്ളതാണ്. ഈ SIR കാസർഗോഡ് ജില്ലയിലാണ് വല്ലാതെ ബാധിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അത് വലിയ തിരിച്ചടിയാകും BJPക്ക് എന്നാണ് കുഞ്ഞമ്പുവിന്റെ ഉദുമ, ഇടതിന്റെ കോട്ടയായ ഉദുമ. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ ഒരു പക്ഷേ പരാജയപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. നീലകണ്ഠൻ അടിച്ചുകൊണ്ട് പോവും ഉദുമ എന്നവർ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ഏതായാലും കാസർഗോഡ് വലിയ ആകാംക്ഷയുണ്ട്. മഞ്ചേശ്വരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ. മഞ്ചേശ്വരത്ത് ഒരു തവണ കൂടി വരുന്നുണ്ട് ഹെലികോപ്റ്റർ. ആ മണ്ഡലം ഏതാണെന്ന് നോക്കിയാൽ കാഞ്ഞങ്ങാട് നമുക്കറിയാവുന്ന പോലെ ഗോവിന്ദൻ പള്ളിക്കാപ്പിലാണ്. ഒപ്പം ഷൈജി ഉണ്ട്. അങ്ങനെ വലിയ പ്രതീക്ഷ LDF-നുള്ള ഒരു മണ്ഡലം കൂടിയാണ്. സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണ UDF കൊണ്ടുപോകുമെന്നാണ് അറിയേണ്ടത്. അതെ, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. കാസർഗോഡ് ഉണർന്നു വന്നോ എല്ലാവരും, സ്ഥാനാർത്ഥികളായാലും ഒക്കെ എന്ന് അറിയണം. ഇതാ നമ്മുടെ തൃക്കരിപ്പൂർ ഇതുവഴി ഇത്തവണ ഞാൻ വളരെ ഉറ്റുനോക്കുന്ന 6 പതിറ്റാണ്ട് ഇടതിന്റെ കോട്ടയായ VPP മുസ്തഫ ഇത്തവണ ഒരു 25,000 വോട്ട് ഭൂരിപക്ഷമൊക്കെ പ്രതീക്ഷ നിൽക്കുമ്പോഴാണ് ഇതാ സ്ഥാനാർത്ഥി നിർണയം വരുന്നു. സന്ദീപ് വാര്യർ പാലക്കാട് ജില്ലയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിലായിരിക്കും തൃക്കരിപ്പൂരിലേക്ക് ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന അവസ്ഥയായിരുന്നു സന്ദീപിന്റെ വരെ. അവിടെ സന്ദീപ് ഉണ്ടാക്കിയ ഓളം അത് വലുതാണ്. അതുകൊണ്ട് തന്നെ UDF ക്യാമ്പിന് ആത്മവിശ്വാസമുണ്ട്. VPP മുസ്തഫ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളാണ്. നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ സജീവ മുഖമാണ്. അപ്പോൾ അരുൺ, എന്താണ് രാവിലെ കാസർകോട്ടെ ഒരു ആത്മവിശ്വാസം? നേതാക്കളൊക്കെ എത്തിത്തുടങ്ങിയോ? കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് ചിത്രം എന്താണ് അരുണിന്റെ ഒരു വിലയിരുത്തൽ? കാസർഗോഡ് മണ്ഡലം, ഒപ്പം മറ്റ് കാഞ്ഞങ്ങാടും മഞ്ചേശ്വരവും ഒക്കെ ആര് പിടിക്കും? BJP അക്കൗണ്ട് തുറക്കുമോ? മഞ്ചേശ്വരം പറയട്ടെ. തീർച്ചയായും ഗുഡ് മോർണിംഗ്. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ആകാംക്ഷയാണ് കാസർഗോഡ് ജില്ലയിൽ നിലനിൽക്കുന്നത്. അതിശക്തമായിട്ടുള്ള പോരാട്ടം കാസർഗോഡ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും നടന്നു വന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അതിന്റെ നെഞ്ചിടിപ്പ് സ്ഥാനാർത്ഥികൾക്ക്, പാർട്ടി പ്രവർത്തകർക്ക്, മുന്നണി നേതാക്കൾക്കൊക്കെ ഉണ്ട് എന്നത് അവസാനഘട്ടം. ഇന്നലെ രാത്രി പോലും പലരോടും സംസാരിക്കുമ്പോൾ അവർക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവസാന ഘട്ടത്തിൽ ഇത്രത്തോളം ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പല മണ്ഡലങ്ങളിലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം കാസർഗോഡ് ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ തൃക്കരിപ്പൂരിൽ തൊട്ട് മഞ്ചേശ്വരം വരെയുള്ള എല്ലാ മണ്ഡലങ്ങളിലും പ്രവചനാതീതമായിട്ടുള്ള മത്സരം നടന്നു. നിലവിൽ 3 മണ്ഡലങ്ങളിൽ LDF-ഉം 2 മണ്ഡലങ്ങളിൽ UDF-ഉം എന്നിങ്ങനെയാണ് നില. അതിൽ മഞ്ചേശ്വരവും കാസർഗോഡുമാണ് UDF-നുള്ളത്. അത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് കാലങ്ങളായി വിജയിച്ചു വരുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ ഈ തവണ UDF വലിയ ആത്മവിശ്വാസം ഈ മണ്ഡലങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചു. അതായത് 5 മണ്ഡലങ്ങളിലും പ്രകടിപ്പിച്ചിരുന്നു. അതിൽ കാഞ്ഞങ്ങാട് അവർ ജയിക്കുമെന്നൊരു ക്ലെയിമിലേക്ക് പോകുന്നില്ല. മറ്റ് 4 മണ്ഡലങ്ങളും ജയിക്കും. കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങൾ നിലനിർത്തും. അതോടൊപ്പം തന്നെ തൃക്കരിപ്പൂർ ഉദുമ മണ്ഡലങ്ങളിൽ വലിയ വൻ അട്ടിമറി ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് UDF. നേരിയ വോട്ടിലാണെങ്കിലും തൃക്കരിപ്പൂരിലും വിജയിച്ചു വരുമെന്ന് UDF ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ LDF-ലേക്ക് പോയാൽ അവർ 3 സീറ്റ് നിലനിർത്തും എന്നൊരു ക്ലെയിമാണ് LDF-ന്റെ ഭാഗത്തുണ്ടാവുന്നത്. അതിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളായിട്ടുള്ള ഉദുമ, തൃക്കരിപ്പൂർ, അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് സീറ്റുകൾ നിലനിർത്തും എന്ന് പറയുമ്പോഴും LDF നേതാക്കൾ തന്നെ പറയുന്നത് അതിശക്തമായിട്ടുള്ള മത്സരം ഉദുമയിലും തൃക്കരിപ്പൂരിലും നടന്നിട്ടുണ്ട്. അത് ഏത് തരത്തിൽ, അതായത് ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഈ 2 മണ്ഡലങ്ങളിലും പോകാനുള്ള സാധ്യതയില്ല. അതിൽ ഉദുമ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിലവിൽ പാർട്ടിയുടെ കണക്കനുസരിച്ച് 1400 വോട്ടുകൾക്ക് അവിടെ പിന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായും ഉദുമയുൾപ്പെടെ വോട്ട് എണ്ണുമ്പോൾ അവസാന ഘട്ടം വരെ കൈവിട്ടു പോയാൽ ഇറ്റ്സ് അൺസഹിക്കബിൾ ഫോർ LDF എന്നൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. കിട്ടിയില്ലെങ്കിൽ വീണ്ടും വിഷമം. ഇഞ്ചോടിഞ്ച് അത്രയും വോട്ടുകൾക്കൊക്കെയാണ് പരാജയപ്പെട്ടത്.